കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടി ഹാർവ് എക്കറിന്റെ വളരെ പ്രശസ്തമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ സാമ്പത്തിക ജീവിതത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ചില അദൃശ്യ ശക്തികൾ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിൽ എത്ര പേർക്ക് ഈ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്? എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രത്യേക ലെവലിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എന്തോ ഒരു ചില്ലുമേൽക്കൂര വന്ന് നമ്മളെ തടയുന്നത് പോലെ. എന്തായിരിക്കും ഇതിന്റെ യഥാർത്ഥ കാരണം? അപ്പോൾ ശരിക്കും എവിടെയാ പ്രശ്നം? എക്കറിന്റെ അഭിപ്രായത്തിൽ പ്രശ്നം നമ്മുടെ കഠിനാധ്വാനത്തിലല്ല. നമ്മൾ ഉത്തരം തേടേണ്ടത് പുറത്തുമല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ സാമ്പത്തികാവസ്ഥയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രോഗ്രാമിംഗ് ആണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാമിംഗ്? ഇതിനെയാണ് ടി ഹാർവ് എക്കർ നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ ഇതാണ്. അതായത് സിമ്പിളായി പറഞ്ഞാൽ, പണത്തെക്കുറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ഒരു കൂട്ടം വിശ്വാസങ്ങളും ശീലങ്ങളുമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളറിയാതെ നമ്മുടെ കുട്ടിക്കാലത്ത് രൂപപ്പെട്ടതാണ്. പണം നല്ലതാണോ? പണക്കാരൊക്കെ ചീത്തയാണോ? പണം ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണോ? ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തകളെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ എക്കർ ഒരു അടിപൊളി ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ്. ഒന്ന് ആലോചിച്ചു നോക്കി. വീട്ടിലെ എ.സിയിലെ തെർമോസ്റ്റാറ്റ് എങ്ങനെയാണോ റൂമിലെ താപനില ഒരു പ്രത്യേക ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ നമ്മുടെ ഈ മണി ബ്ലൂ പ്രിന്റ് നമ്മുടെ സാമ്പത്തിക വിജയത്തെ ഒരു പ്രത്യേക ലെവലിൽ പൂട്ടിയിടും. നമ്മൾ എത്ര കഠിനാധ്വാനിച്ചാലും ആ ലെവലിന് മുകളിലേക്ക് പോകാൻ അത് സമ്മതിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലൂ പ്രിന്റ് നമ്മുടെ ഉള്ളിൽ കയറി പറ്റുന്നത്? പ്രധാനമായും 3 വഴികളിലൂടെയാണ്. ഒന്നാമത്തേത് നമ്മൾ കേട്ടു വളരുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് നമ്മൾ കണ്ടു വളരുന്ന മാതൃകകൾ. അതായത് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നത്. പിന്നെ മൂന്നാമത്തേത് പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില മറക്കാനാവാത്ത സംഭവങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ പോയിന്റ്, വാക്കാലുള്ള പ്രോഗ്രാമിംഗ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പണം എല്ലാ തിന്മയുടെയും മൂലകാരണമാണ് എന്നൊക്കെ. ഇത് സ്ഥിരമായി കേട്ട് വളരുന്ന ഒരു കുട്ടിക്ക് എന്ത് സംഭവിക്കും? മുതിരുമ്പോൾ പണത്തോടൊരു നെഗറ്റീവ് മനോഭാവം വരും. പണക്കാരനാകുന്നതെന്തോ ഒരു തെറ്റാണെന്ന് ഉപബോധ മനസ്സ് വിശ്വസിക്കും. അതോടെ വരുന്ന അവസരങ്ങളെല്ലാം അറിയാതെ തന്നെ തട്ടിമാറ്റും. ഓക്കെ, അപ്പോൾ ഈ പഴയ പ്രോഗ്രാമിംഗ് നമുക്ക് മാറ്റിയെഴുതാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമ്മുടെ ചിന്താരീതി മാറ്റുക എന്നതാണ്. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ഇവിടെയാണ് വലിയൊരു വ്യത്യാസം വരുന്നത്. സമ്പന്നമായ ചിന്താഗതിയുള്ളവർ പറയും, എന്റെ ജീവിതം ഞാൻ തന്നെയാണുണ്ടാക്കുന്നത്. പക്ഷേ ഇരയുടെ മാനസികാവസ്ഥയിലുള്ളവരോ? അവർ പറയും, വിധി അങ്ങനെയായിപ്പോയി, സർക്കാർ ശരിയല്ല, സാമ്പത്തികാവസ്ഥ മോശമാണ് എന്നൊക്കെ. എപ്പോഴും കുറ്റം പറയാൻ പുറത്തൊരാളെ കണ്ടെത്തും. പക്ഷെ ഓർക്കുക, നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ശക്തി കിട്ടൂ. ഇതൊരു ഗെയിം പോലെയാണ്. ചിലർ കളിക്കുന്നത് ജയിക്കാനാണ്, അവർ അറ്റാക്ക് ചെയ്ത് കളിക്കും. മറ്റു ചിലർ കളിക്കുന്നത് തോൽക്കാതിരിക്കാനാണ്, അവർ ഡിഫെൻഡ് ചെയ്ത് കളിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രതിരോധിച്ചു മാത്രം കളിക്കുന്നൊരു ഫുട്ബോൾ ടീമിന് എപ്പോഴെങ്കിലും കപ്പടിക്കാൻ പറ്റുമോ? അതുപോലെയാണ് ജീവിതവും. നഷ്ടങ്ങളെ പേടിച്ച് ഒതുങ്ങിക്കൂടിയാൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ചിന്തകളുടെ വലുപ്പം, നമ്മുടെ കാഴ്ചപ്പാടും മനോഭാവവും എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് ബാലൻസിനെ ബാധിക്കുന്നത് നോക്കാം. സമ്പന്നർ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണക്കാരിൽ പലരും തങ്ങളുടെ കഴിവിനെ സ്വയം പരിമിതപ്പെടുത്തുന്നു. അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന നിമിഷം നമ്മുടെ വളർച്ച അവിടെ നിൽക്കും. ഇതൊരു വലിയ ട്രാപ്പാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വിജയിച്ച ആളുകളെ കാണുമ്പോൾ അവരോട് അസൂയയോ ദേഷ്യമോ തോന്നാറുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ വെറുക്കുന്ന ഒന്നായി മാറാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ സമ്പത്തിൽ നിന്ന് അകറ്റി നിർത്തും. അതുകൊണ്ട് ഇനി വിജയിച്ചവരെ കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക. ഓക്കെ, ഇത്രയും നേരം നമ്മൾ മൈൻഡ് സെറ്റിനെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ വെറുതെ ചിന്തിച്ചിരുന്നാൽ മതിയോ? പോരാ, ചിന്തകളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഇനി നമുക്ക് ആക്ഷനിലേക്ക് കടക്കാം. പലരും വിചാരിക്കുന്നത് ഒരുപാട് പണമുണ്ടാക്കിയാൽ രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾക്ക് എത്ര കിട്ടുന്നു എന്നതിലല്ല, കിട്ടുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലാണ് കാര്യം. കുറഞ്ഞ വരുമാനത്തിൽ നിന്ന് പോലും പണം ശരിയായി കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ ആർക്കും സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയും. ഇതിനെ എക്കർ ഒരു സിമ്പിൾ സിസ്റ്റം പറയുന്നുണ്ട്. ജാർ സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര്. നിങ്ങളുടെ വരുമാനത്തിനെ 6 വ്യത്യസ്ത കുപ്പികളിലാക്കി മാറ്റിവെക്കുന്നത് പോലെ സങ്കൽപ്പിക്കുക. കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക്, കുറച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിക്ഷേപത്തിന്, കുറച്ച് എന്റർടൈൻമെന്റിന്, പിന്നെ കുറച്ച് പഠിക്കാനായി. ഇങ്ങനെ ചെയ്യുമ്പോൾ
പണം നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ പണത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇതൊരു ശക്തമായ ശീലമാണ്. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, ആ അവസാനത്തെ ഷിഫ്റ്റിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ പ്രതിബദ്ധതയെയും ആന്തരിക വളർച്ചയെയും കുറിച്ചാണ്. ഈ വാചകം ശ്രദ്ധിച്ചു കേൾക്കുക. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തിനോടാണോ പൂർണ്ണമായി കമ്മിറ്റഡ് ആവുന്നത് അതാണ് കിട്ടുന്നത്. എനിക്കൊരു പണക്കാരനാകണം എന്ന് വെറുതെ ആഗ്രഹിക്കുന്നതും ഞാനൊരു പണക്കാരനാകാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് തീരുമാനിക്കുന്നതും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. ആഗ്രഹം നിഷ്ക്രിയമാണ്, പ്രതിബദ്ധത പ്രവർത്തനമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കാതലിതാണ്. നിങ്ങളുടെ വരുമാനം വളരണമെങ്കിൽ ആദ്യം നിങ്ങൾ വളരണം. നിങ്ങളുടെ ബാഹ്യലോകം നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏത് പഴയ വിശ്വാസമാണ് നിങ്ങൾ ഇന്നു മുതൽ മാറ്റാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ചെറിയ മാറ്റത്തിനു പോലും വലിയ ഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ആശയങ്ങൾ ഇനിയും അറിയാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.